നുണകൾ ആവർത്തി സത്യമാക്കുക എന്ന ഗീബൽസ്യൻ തന്ത്രം വർത്തമാനകാല ഇന്ത്യക്ക് അപരിചിതമല്ല. പ്രക്ഷോഭങ്ങളെയും ദുരിതങ്ങളെയും വഴിതിരിച്ചു വിടുന്നതിന് കേന്ദ്ര സർക്കാരും ഗോദി മീഡിയയും അത് കുറേ കാലമായി അനുവർത്തിച്ചു വരുന്നുണ്ട്. മലിനീകരണത്തിൽ പൊറുതിമുട്ടിയാണ് ഡൽഹിയിലെ ചില സംഘടനകൾ സമരത്തിനെത്തിയത്. പ്രസ്തുത സമരത്തെയും വ്യാജ പ്രചരണത്തിലൂടെ വഴിതിരിച്ചു വിടുന്നതിനാണ് ശ്രമങ്ങൾ ഉണ്ടായത്. അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ഡൽഹി നിവാസികൾ നേരിടുന്നത്. രാജ്യ തലസ്ഥാനത്തെ മലിനീകരണത്തിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ആവിഷ്കരിക്കുന്നതിൽ പരാജയപ്പെട്ട BJP സർക്കാരുകൾ തങ്ങളുടെ വീഴ്ച മറച്ചുവെക്കുന്നതിനാണ് ഈ തന്ത്രം പ്രയോഗിക്കുന്നത്. ഒരു വർഷം മുമ്പ് വരെ അതിന്റെ ഉത്തരവാദിത്തം കൈയൊഴിയുന്നതിന് BJP സംസ്ഥാനം തങ്ങളല്ല ഭരിക്കുന്നതെന്ന കാരണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന സമരങ്ങൾക്ക് മുന്നിൽ അവരായിരുന്നു. AAP സർക്കാരിന്റെ കൊള്ളരുതായ്മയാണ് കാരണമെന്ന് പറഞ്ഞാണ് സമരത്തിനിറങ്ങിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിലെത്തിയെങ്കിലും ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. നേരത്തെ ഉണ്ടായിരുന്ന AAP സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ചെയ്യുന്നതിനോ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനോ സാധിച്ചില്ല. മലിനീകരണം വൻതോതിൽ കൂടുകയും ചെയ്തിരിക്കുന്നു. ഉത്തരവാദിത്തം BJPക്കായപ്പോൾ സമരങ്ങളോട് അവർക്ക് അലർജി ആയിരിക്കുകയാണ്. സമരങ്ങളെയും അതുയർത്തുന്ന മലിനീകരണ പ്രശ്നത്തെയും ഗീബൽസ്യൻ രീതിശാസ്ത്രം ഉപയോഗിച്ച് വഴിതിരിച്ചു വിടുന്നതിനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് ഡൽഹി ഭരണകൂടം. ശൈത്യകാലത്ത് എക്കാലവും മലിനീകരണ പ്രശ്നങ്ങളും അതിനെതിരായ സമരങ്ങളും ഡൽഹിയിൽ പതിവായിരുന്നു. എന്നാൽ ഇത്തവണ സമരങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് വഴിതിരിച്ചു വിടുകയാണ്. മലിനീകരണ വിഷയം അനുസരിച്ച് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടുന്നു എന്ന് വന്നപ്പോഴാണ് പോലീസിനെ ഉപയോഗിച്ച് കേസ് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. നേപ്പാളിലെയും മറ്റുമെന്നതുപോലെ ജൻസി പ്രക്ഷോഭമാകുന്നുവെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതോടെയാണ് ഈ കൗശല പ്രയോഗം ഉണ്ടായതെന്നത് ശ്രദ്ധിക്കണം. നവംബർ 10-നും കഴിഞ്ഞ ദിവസവും വൻ പങ്കാളിത്തത്തോടെ നടന്ന സമരങ്ങൾക്ക് വാർത്താ പ്രാധാന്യം ലഭിച്ചപ്പോൾ കേസിലേക്ക് നക്സൽ ബന്ധം വലിച്ചിഴയ്ക്കുകയും കുറെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. പരിസ്ഥിതി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് മട്വി ഹിത്മയുടെ ചിത്രങ്ങൾ ബാനർ സമീപം ഉയർത്തിയെന്ന വിഷയമാണ് സമരത്തിൽ നക്സൽ ബന്ധം ആരോപിക്കുന്നതിനും അറസ്റ്റിനും കാരണമായത്. സമരത്തിൽ വന്ന് ബാനർ ഉയർത്തിയതും മുദ്രാവാക്യങ്ങൾ മുഴക്കിയതും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടയുടൻ അവർ ദൂരേക്ക് മാറിയെന്നും തങ്ങളുടെ സംഘത്തിന് വിഷയത്തിൽ ബന്ധമില്ലെന്ന് അവരെ അറിയിച്ചുവെന്നും ഇക്കാര്യങ്ങൾ സ്ഥലത്തുണ്ടായിരുന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകൾ ഒന്നിന്റെ പ്രവർത്തകൻ ആദിത്യ ആനന്ദ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മലിനീകരണ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിന് മുൻകാലങ്ങളിലും വർത്തമാനങ്ങളിലും ഉത്തരവാദിത്വം വഹിക്കാനും ഞങ്ങൾ എല്ലാവരോടും വ്യക്തമായി പറഞ്ഞിരുന്നുവെന്നും ആദിത്യ പറയുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ വളച്ചൊടിക്കുകയും സമരത്തിൽ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്ത് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കർത്തവ്യപഥിൽ നിന്നും ലഭിച്ച ഒഴിഞ്ഞ കുപ്പിയാണ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചതിന് തെളിവായി പോലീസ് ഉയർത്തിക്കാട്ടുന്നത്. പോലീസ് ഭാഷ്യത്തിനനുസരിച്ച് വാർത്തകൾ നൽകി ഗോദി മീഡിയയും സർക്കാരിന് തുണയേകി. 20-ലധികം പേരെയാണ് തടവിലാക്കിയിരിക്കുന്നത്. ഇവരിൽ പലരും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ അത് പരിഗണിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തത്. മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിച്ചാണ് പോലീസ് നടപടി. ഭീമാ കൊറേഗാവ് സംഭവത്തിൽ നടന്ന അതിക്രമങ്ങളെ നഗര നക്സൽ പ്രയോഗത്തിലൂടെയും പൗരത്വ ഭേദഗതി നിയമവിരുദ്ധ സമരത്തെ ഡൽഹി കലാപം കൊണ്ടും വഴിതിരിച്ചു വിട്ടത് നാം കണ്ടതാണ്. ദളിത് വിഭാഗങ്ങൾ നടത്തിയ റാലി തകർക്കുന്നതിന് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ കുൽസിത നീക്കങ്ങൾ ഭീമാ കൊറേഗാവ് കേസിലൂടെ മറയ്ക്കപ്പെട്ടു. എത്രയോ പേർ നഗര നക്സലുകൾ എന്ന പേരിൽ ജയിലിൽ കഴിയുകയാണ് ഇപ്പോഴും. ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള എല്ലാ പ്രക്ഷോഭ വേളകളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഐതിഹാസിക കർഷക സമരത്തെ സിഖ് ഭീകരതയുമായി കൂട്ടിക്കെട്ടാനാണ് ശ്രമമുണ്ടായത്. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ദേശീയതയെ പ്രചോദിപ്പിക്കുവാൻ നടക്കുന്ന ശ്രമങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ഇതേ തന്ത്രമാണ് ഡൽഹിയിൽ നടക്കുന്ന മലിനീകരണ വിരുദ്ധ സമരത്തിന് നേരെയും ഉണ്ടായിരിക്കുന്നത്. ഇതിലൂടെ സമരങ്ങളും എതിർ ശബ്ദങ്ങളും അടിച്ചമർത്തുന്നതിന് ഏത് ഹീനമാർഗവും സ്വീകരിക്കുമെന്ന BJP നിലപാട് ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുന്നത്.